ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. മരണകാരണം തണ്ണിമത്തനല്ല എന്നതാണ് ഫോറൻസിക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മരിച്ചവരുടെ തലച്ചോറ്, ഹൃദയം, കുടൽ തുടങ്ങിയ ആന്തരിക അവയവങ്ങൾ പച്ച നിറത്തിലായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തണ്ണിമത്തൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ദാഹമകറ്റാൻ തണ്ണിമത്തന്റെ അത്രയും ഗുണമുള്ള മറ്റൊരു പഴമില്ല. എന്നാൽ ഈ വേനൽക്കാലത്ത് ഏറെ പ്രിയപ്പെട്ട തണ്ണിമത്തൻ മരണകാരണമായേക്കാവുന്ന വില്ലനായി മാറുന്നുവെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി എല്ലാവരും ഒന്ന് ഞെട്ടി. മുംബൈയിലെ ഒരു കുടുംബത്തിലെ 4 പേർ തണ്ണിമത്തൻ കഴിച്ചതിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണപ്പെട്ട സംഭവമാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്. ഇത് ശരിക്കും എല്ലാവരിലും ഭീതി പടർത്തി. കഴിഞ്ഞ മാസം 27-നായിരുന്നു നാടിന് നടുക്കിയ സംഭവം നടക്കുന്നത്. രാത്രിയിലെ ഭക്ഷണത്തിന് ശേഷം തണ്ണിമത്തൻ ഈ കുടുംബാംഗങ്ങൾ കഴിച്ചിരുന്നു. പിന്നീട് പുലർച്ചെയായപ്പോഴേക്കും ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടു. തുടർന്ന് ഛർദിയും വയറിളക്കവും ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. തണ്ണിമത്തൻ കഴിച്ചതാണ് മരണകാരണമെന്ന് വലിയ രീതിയിൽ പിന്നീട് വാർത്തകളും പ്രചരിച്ചു. എന്നാൽ മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇത് തള്ളിക്കളഞ്ഞു. മരണകാരണം തണ്ണിമത്തൻ കഴിച്ചതുമൂലമുള്ള ഭക്ഷ്യവിഷബാധയല്ലെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടും പുറത്തുവന്നു. മരിച്ച അബ്ദുള്ള, ഭാര്യ നസ്രീൻ, മക്കളായ സൈനബ്, ആയിഷ എന്നിവരുടെ ആന്തരിക അവയവങ്ങളിൽ മോർഫിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേസിൽ വലിയ വഴിത്തിരിവായി. കടുത്ത വിഷബാധയെ തുടർന്നാണ് ഇവരുടെ ഹൃദയം, തലച്ചോറ്, കുടൽ തുടങ്ങിയ ആന്തരിക അവയവങ്ങൾ പച്ചനിറത്തിലായി മാറിയതായും ഫോറൻസിക് പരിശോധനയിൽ പറയുന്നു. സാധാരണ ഭക്ഷ്യവിഷബാധയുണ്ടാകുന്ന സാഹചര്യത്തിൽ അവയവങ്ങളിൽ ഇത്തരത്തിലുള്ള നിറവ്യത്യാസം കാണപ്പെടാറില്ല എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. മോർഫിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ മരണത്തിൽ കൂടുതൽ ദുരൂഹത ഉയരുകയാണ്. പോലീസ് കൂടുതൽ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വന്നാൽ മാത്രമാണ് മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.